നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പും വെർച്വൽ അറസ്റ്റും CBI ഭീഷണി തുടങ്ങിയ തട്ടിപ്പുകൾ അരങ്ങുവാഴുന്ന കാലമാണ് ഇത്. നമ്മുടെ നാട്ടിലെ വിവിധ ജില്ലകളിൽ നിരവധി പേർക്കാണ് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടത്. പല പ്രമുഖരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടു. ഒരു മതമേലധ്യക്ഷനും പണം നഷ്ടപ്പെട്ടു, കൂർലോസ് തിരുമേനിക്ക്. അങ്ങനെ പലരും പ്രഗത്ഭരായ, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയും അറിവുമൊക്കെയുള്ള പലരും ഇത്തരം വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട്. അതിൻ്റെ വാർത്തകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥയാണ് ഇത്. വെർച്വൽ അറസ്റ്റിന് വഴങ്ങിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പണം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. അവസാന നിമിഷം തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിച്ചതിനാലാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത്. ആലപ്പുഴ ജില്ലയിലെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുഭവമാണ് ഇത്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. അതേപ്പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് ഫോൺ വന്നത്. വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഡൽഹി കസ്റ്റംസ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ സിംഗപ്പൂരിലേക്ക് അയച്ച പാഴ്സലിൽ ചില നിയമവിരുദ്ധ സാധനങ്ങൾ കണ്ടതിനാൽ പിടിച്ചുവെച്ചുവെന്നും ഡൽഹി പോലീസ് കേസെടുത്തു എന്നുമായിരുന്നു അറിയിപ്പ്. MDMA മുതൽ 100ഓളം സിം കാർഡ് വരെയുള്ള സാധനങ്ങളാണ് അതിലുള്ളത് എന്ന് അവർ പറഞ്ഞു. ഡൽഹി പോലീസുമായി ഉടൻ ബന്ധപ്പെടണം. അവർ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തു. ഞാൻ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അയാൾ ആ കോള് കട്ട് ചെയ്ത് വീഡിയോ കോളിൽ വന്നു. സ്റ്റേഷനും ഉദ്യോഗസ്ഥനെയും വീഡിയോ കോളിൽ കണ്ടതോടെ വിശ്വാസം ഇരട്ടിച്ചു, ഒപ്പം പേടിയും. കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ ആൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ടു. പേരും ഫോൺ നമ്പരും അവർക്ക് നൽകി. സഞ്ജയ് സിംഗ് എന്നയാൾ പ്രതിയായ കോടിക്കണക്കിന് രൂപയുടെ പണം തട്ടിപ്പ് കേസിൽ ഞാനും പ്രതിയാണെന്നാണ് അവർ പറഞ്ഞത്. മുംബൈയിലെ ഒരു ബാങ്കിൽ എൻ്റെ പേരിൽ 350 കോടിയുടെ അക്കൗണ്ട് പോലും. ഒരിക്കൽ പോലും ഡൽഹിയും മുംബൈയും പോയിട്ട് പോലുമില്ല. CBI ഉദ്യോഗസ്ഥർ ഡൽഹി പോലീസ് സ്റ്റേഷനിൽ ഉടൻ എത്തുന്നതിനാൽ എന്നോട് ഫോണിൽ തുടരാൻ നിർദ്ദേശിച്ചു. കുറച്ചു കഴിഞ്ഞ് മലയാളിയാണെന്ന് മനസ്സിലാക്കിയതിനാൽ CBI ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് മറ്റൊരാൾ മലയാളത്തിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഡൽഹി കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇന്ന് തന്നെ ഡൽഹിയിലെത്തി കീഴടങ്ങണമെന്നും പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചതായും പറഞ്ഞു. തെളിവായി ഡൽഹി കോടതിയുടെ അറസ്റ്റ് വാറണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഉത്തരവ് വാട്സപ്പ് ചെയ്തു. അപ്പോൾ ആദ്യ കോൾ വന്ന ശേഷം 2 മണിക്കൂർ പിന്നിട്ടു. എന്നോട് പേടിക്കേണ്ടെന്നും വെള്ളം കുടിച്ചോളാനും പറഞ്ഞു. മേലുദ്യോഗസ്ഥരോട് സംസാരിച്ച ശേഷം തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ ആൾ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എത്തി. ഇന്ന് തന്നെ ഡൽഹിയിൽ വരുന്നത് ഒഴിവാക്കാമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും പറഞ്ഞു. സ്വത്ത് വിവരം, ബാങ്ക് അക്കൗണ്ടുകൾ, ബാലൻസ് എന്നിവയെക്കുറിച്ച് ചോദിച്ചു. സഹായിക്കാനായി ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമായി മരവിപ്പിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ മറ്റ് അക്കൗണ്ടുകളിൽ മിനിമം തുക നിലനിർത്തി ഒരു അക്കൗണ്ടിലേക്ക് തുകയെല്ലാം മാറ്റാൻ നിർദ്ദേശിച്ചു. മരവിപ്പിക്കുന്ന അക്കൗണ്ടിലെ തുക സൂക്ഷിക്കുന്നതിന് റിസർവ് ബാങ്ക് CBIയുടെ ആവശ്യപ്രകാരം ഒരു അക്കൗണ്ട് ഉണ്ടാക്കും, കാത്തിരിക്കാൻ നിർദ്ദേശിച്ചു. സമയം 3 മണിക്കൂർ പിന്നിട്ടു. റിസർവ് ബാങ്കിൻ്റെ മുദ്രവെച്ച അക്കൗണ്ട് നമ്പർ എനിക്ക് ലഭിച്ചു. അതിലേക്ക് മരവിപ്പിച്ച അക്കൗണ്ടിലെ തുക മാറ്റാൻ നിർദ്ദേശം നൽകി. ഈ സമയത്ത് പെട്ടെന്നൊരു ബോധം എനിക്കുണ്ടായി. പണം മാറ്റാം, പക്ഷേ ഞാൻ കേരള പോലീസുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ കോൾ കട്ടായി. വാട്സാപ്പിലെ സന്ദേശങ്ങൾ ഡിലീറ്റായി. പണം പോയില്ല. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലർക്കും ഇത്തരം തട്ടിപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. പലരുടെയും തുക പോയിട്ടുമുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ഇരിക്കുക. വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇല്ല. ആരെയും ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഒന്നും അറസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളുടെ ഫോണിലേക്കും ഇതുപോലെയുള്ള കോളുകൾ വന്നേക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ കള്ളപ്പണം എത്തി, നിങ്ങൾ അയച്ച പാഴ്സലിൽ മയക്കുമരുന്നുണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോടതി ഉൾപ്പെടെ സെറ്റിട്ട് ന്യായാധിപന്മാരെ ഉൾപ്പെടെ വ്യാജമായി കാണിച്ചു പോലും തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണ് ഇത്. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ വ്യാപകമായി ഇറങ്ങിയിട്ടുണ്ട്. മലയാളികളെയാണ് ഇത്തരത്തിൽ കൂടുതലായി തട്ടിക്കുന്നത്. എത്ര വിദ്യാഭ്യാസമുള്ളവരും അല്ലെങ്കിൽ എത്ര വിവരമുള്ളയാളും ഇവരുടെയൊക്കെ ഈ വാക്കിൽ വീണു പോകുന്നത് എന്തുകൊണ്ട് എന്ന് മാത്രം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ നിയമ സംവിധാനം ഇല്ല. വിളിക്കുകയാണെങ്കിൽ അത് കേരള പോലീസും നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. അല്ലാതെ CBI ഓഫീസിൽ നിന്നും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും കോടതിയിൽ നിന്നുമൊക്കെ നേരിട്ട് നമ്മളെ വിളിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും മലയാളി കാണിക്കണം. എന്തായാലും ഈ ഉദ്യോഗസ്ഥന് പണം നഷ്ടപ്പെട്ടില്ല, ഭാഗ്യം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, കരുതലോടെ ഇരിക്കുക. ഇത്തരത്തിൽ കോളുകളോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുക, ആ കോളുകൾ എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടട്ടെ എന്ന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ പറയുക.